ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദിനേഷ്, DK നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്രിമ്പിംഗ് ടൂളിനെ കുറിച്ചാണ്. അതായത് ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു സാധാരണ ക്രിമ്പിംഗ് ടൂളല്ല, ഇതൊരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളാണ്. അപ്പോൾ ഈ പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ നോർമലി ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവട്ടെ, ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്, എന്നാൽ ഇത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു വിദേശത്ത് പോയതാണ്. വിദേശത്ത് പോയപ്പോൾ പുള്ളി അവിടെ നെറ്റ്വർക്കിങ്ങിൻ്റെ ജോബ്, അതായത് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ CCTVയുടെയൊക്കെ ജോബിൻ്റെ തന്നെ പോയതാണ്. അപ്പോൾ അവിടെ ക്രിമ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇത്തരത്തിലൊരു ടൂള്, ഇത്തരത്തിലൊരു ക്രിമ്പിംഗ് ടൂൾ അവിടെ വെച്ച് കാണാൻ ഇടയായി. അപ്പോൾ ചോദിച്ചത് എന്താണിത്, ഇങ്ങനത്തെ ഒരു ക്രിമ്പിംഗ് ടൂൾ അവർ കണ്ടിട്ടില്ല. കാരണം നമ്മൾ നോർമലി കാണുന്നൊരു ക്രിമ്പിംഗ് ടൂളല്ല ഇതൊരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമ്പിംഗ് ടൂളാണ്. അപ്പോൾ ഇത് എന്താണിത് എന്നുള്ള അവർക്കൊരു അതിശയം വന്നു. ആക്ച്വലി ഈ ഒരു ക്രിമ്പിംഗ് ടൂൾ നോർമൽ സാധാരണ നമ്മുടെ എന്താണ് ഒരു ക്രിമ്പിംഗ് ടൂൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഉപയോഗിക്കുന്ന RJ45 ജാക്ക് ഡിഫറൻ്റ് ആണ്. നമ്മൾ നോർമലി ക്രിമ്പിംഗ് ടൂളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ജാക്കല്ല അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജാക്കിന് നമ്മുടെ ആ ഒരു കേബിൾസ് വരുന്ന, അതായത് ആ വയറുകൾ വരുന്ന അവിടെയായിട്ടൊരു ഹോൾസ് ഉണ്ട്. അപ്പോൾ അത് നേരെ ക്രിമ്പിംഗ് ആ ഹോളിൽ കൂടി വയർ പുറത്തോട്ട് വരികയും, അപ്പോൾ നമുക്ക് കളർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്ത തൈയിൽ ഇവിടെ എത്തി നമുക്ക് ആ വയർ നിൽക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ നോക്കിയാലും ജസ്റ്റ് അത് മൊത്തത്തിൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒരിക്കലും തെറ്റാതെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്ത് ഈ ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളിൽ നമുക്ക് സാധിക്കും. പിന്നെ അതുകൂടാതെ ഇതിന് കട്ട് ചെയ്യാനുള്ള പോർഷൻസും, പിന്നെ അതിൻ്റെ ക്രിമ്പിങ്ങിന് തന്നെ RJ11ൻ്റെയും RJ45 രണ്ടിനും ഉണ്ട്. അതായത് ടെലഫോണിൻ്റെയും ക്രിമ്പിങ്ങിനകത്തുണ്ട്. അത് നോർമൽ നമ്മുടെ സാധാരണ ടൂളിലും ആ ഒരു ഫങ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിഫറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമലി ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളും നമ്മുടെ നോർമൽ ക്രിമ്പിംഗ് ടൂളും പറയുമ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. പക്ഷേ ഉപയോഗിച്ചവർ കൂടുതലും ഇത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു നമ്മുടെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ സൗകര്യം, അതായത് ആ ഒരു കേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് തെറ്റിപ്പോവാതിരിക്കും, അതൊരു സൗകര്യമാണ്. പിന്നെ ഇതിൻ്റെ രണ്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ RJ11ഉം RJ45ഉം, അതായത് ടെലഫോണിൻ്റെയും നോർമൽ എതർനെറ്റ് കേബിളിൻ്റെയും ക്രിമ്പ് ചെയ്യാനുള്ള രണ്ടും ഇതിൽ തന്നെയുണ്ട്. പിന്നെ ഇതിൽ കട്ട് ചെയ്യാനും കുറച്ചുകൂടി ഫെസിലിറ്റി, കട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇതിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ ഇത്തിരി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക്, ഇത് കുറച്ച് നാൾ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതലും ഈ ഒരു ക്രിമ്പിംഗ് ടൂളാണ് കൂടുതൽ നന്നായിട്ട് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ആദ്യഘട്ടങ്ങളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് അടിക്കാനും, കറക്റ്റായിട്ട് ആ ഒരു കണക്ടറിൽ കറക്റ്റായിട്ട് തന്നെ കേബിൾസ് വരാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു ക്രിമ്പിംഗ് ടൂളാണ്. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ അധികം പേര് കാണാറില്ല. ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും കൂടുതലും ഇത്തരത്തിലുള്ള നോർമൽ ടൂൾസാണ്, നോർമൽ ക്രിമ്പിംഗ് ടൂളാണ് എല്ലായിടത്തും കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ അത് കാണുക, എങ്ങനെയാണ് ഇതിൻ്റെ ക്രിമ്പ് ചെയ്യണേ എന്നുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അതിന് കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ തന്നെ ട്യൂട്ടോറിയൽ ചാനലിൽ DK നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ് എന്നുള്ള ട്യൂട്ടോറിയൽ ചാനൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ ഇതാണ് ആ ഒരു പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളും നോർമൽ ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്താണെന്ന് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലൊരു നമ്മുടെ ഒരു സുഹൃത്ത് പോയതിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ, പുറത്ത് ഒട്ടുമിക്ക എല്ലാ കൺട്രീസിലും ആ ഒരു പാസ് ത്രൂ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. നോർമൽ ക്രിമ്പിംഗ് ടൂൾ നമ്മുടെ പോലത്തെ ക്രിമ്പിംഗ് ടൂളല്ല ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെയും അങ്ങനത്തെ പാസ് ത്രൂ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടാനായിട്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പെട്ടെന്നൊരു ഇത്തരത്തിലൊരു ക്രിമ്പിംഗ് ടൂൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അതിശയമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്താണ് പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂൾ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നും വീഡിയോകൾ കാണുക. ഇത്തരത്തിലുള്ള CCTV നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.